ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷനിൽ നമ്മളിപ്പോൾ ആൻഡ്രൂ റിജിൻ്റെ ഓരോ വ്യൂസ് ആൻഡ് വാല്യൂസ്, അതുപോലെ തന്നെ ആളുടെ കോൺവക്കേഷൻ സ്പീച്ചിൽ വിമൻ സ്റ്റുഡൻസിനെ കുറിച്ചിട്ടും വിമൻ സ്റ്റഡീസിനെ കുറിച്ചിട്ടും എല്ലാമാണ് പറഞ്ഞത്. സോ ഇതിൽ ചാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയറിനെ കുറിച്ച് പറഞ്ഞു. ജെയിൻ എയറിൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിനെ കുറിച്ചിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്നുള്ളതിൽ. സോ ഇനി നമ്മൾ അതിനൊന്നുകൂടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. ഈ റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. Responsibility to yourself means that you don't fall for shallow and easy solutions, pre-digested books and ideas, weekend encounters guaranteed to change your life, taking gut courses instead of ones you know will challenge you, bluffing at school and life instead of doing solid work, marrying early as an escape from real decisions, getting pregnant as an evasion of already existing problems. It means that you refuse to sell your talents and aspirations short simply to avoid conflict and confrontation. സോ ഇവിടെ പറയുന്നത് ഗേൾസ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നില്ല, ഷുഡ് നോട്ട് ട്രൈ ടു ഗേൾസ് സ്റ്റുഡൻസ് എപ്പോഴും ഷാലോ ആൻഡ് ഈസി സൊല്യൂഷൻസിലാണ് പോകുന്നത്. ഒരിക്കലും അവർ ഡീപ്പായിട്ടുള്ള ടഫായിട്ടുള്ള സൊല്യൂഷനിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഗേൾസ് സ്റ്റുഡൻസ് ഷുഡ് നോട്ട് ട്രൈ ഫോർ ഷാലോ ആൻഡ് ഈസി സൊല്യൂഷൻസ്. ഒരിക്കലും അങ്ങനെ ഷാലോ ഈസി സൊല്യൂഷൻസ് തേടി പോകരുത് എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും ചാലഞ്ചിങ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. നമ്മൾക്ക് ഗട്ട്സ് വേണം ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കാനും ചാലഞ്ചിങ് ആയത് ചെയ്യാനും എല്ലാറ്റിനും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് മേരിയിങ് ഏർലി ആസ് എൻ എസ്കേപ്പ് ഫ്രം റിയൽ ഡിസിഷൻസ്. നമ്മൾ കല്യാണം കഴിക്കുന്നത് ശരിക്കും ഒളിച്ചോടാനാണെന്നാണ് പറയുന്നത്. റിയൽ ഡിസിഷൻസിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് ആസ് ആൻ ഇവേഷൻ ഓഫ് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോബ്ലംസിൽ നിന്ന്. അങ്ങനെ വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് ആണെന്നുള്ള ആ ഒരൊറ്റ ഇതിനോട് കൂടി തങ്ങളതിനെ പിന്നെ ഒന്നിനോട്ടും വലിച്ചഴക്കില്ല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണ് റിച്ച് പറയുന്നത്. then it means that you refuse to sell your talents and aspirations short. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടുന്നു. നിങ്ങൾ നിങ്ങളുടെ ടാലൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളൊന്നും പുറത്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? സിംപ്ലി ടു അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് കോൺഫ്രണ്ടേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു സംഘടന എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ബഹളങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഈസി സൊല്യൂഷൻസ് തേടി പോകുന്നു. And this in turn means resisting the forces in society which say that women should be nice, play safe, have low professional expectations, down in love and forget about work, live through others and stay in the places assigned to us. It means that we insist on a life of meaningful work, insist that work be as meaningful as love and friendship in our lives. It means therefore the courage to be different, not to be continuously available to others when we need time for ourselves and our work, to be able to demand of others, parents, friends, roommates, teachers, lovers, husbands, children, that they respect our sense of purpose and our integrity as persons. സോ ഇവിടെ പറയുന്നത് നമുക്ക് നമ്മുടേതായ സ്പേസ് വേണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും തന്നെ ഒളിച്ചോടാൻ പാടരുത്. നമ്മൾ സൊസൈറ്റിയിൽ പറയും വുമൺ ഷുഡ് ബി നൈസ് ആയിരിക്കണം, സേഫ് ആയിരിക്കണം. പ്ലേ സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ റിസ്ക് പിടിച്ച കളികൾക്കൊന്നും പോകരുത്. അതുപോലെ തന്നെ പറയുന്നത് നിങ്ങളത് ജോലിക്കൊന്നും പോകണ്ട, ലോ പ്രൊഫഷണൽ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തിനാണ് സ്നേഹിക്കാനും അതുപോലെ തന്നെ എല്ലാം മറക്കാനും പൊറുക്കാനുമാണ് നിങ്ങളുടെ ജീവിതം. അതുപോലെ തന്നെ ജോലി എന്നുള്ളൊരു സ്വപ്നം മറന്നോളൂ, അങ്ങനെ പറയുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, ഇതൊക്കെയാണ് സൊസൈറ്റി വിമണിന് വേണ്ടി വെച്ചിട്ടുള്ള ഓരോ റൂൾസ്. അപ്പോൾ ഇവിടെ റൂൾസുകളും റെഗുലേഷൻസും എല്ലാം മാറ്റാനാണ് ആൻഡ്രൂ റിച്ച് പറയുന്നത്. അതിൽ നിന്നെല്ലാം പുറത്തു വരണം, ബി ഡിഫറെൻറ്റ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ്ലി ഒരാൾക്ക് അവൈലബിൾ ആവാതിരിക്കുക. ഇപ്പം നമ്മൾ നമ്മുടേതായ പഠിത്തം അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ അതെല്ലാം മാറ്റി വെച്ച് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ എന്ന് വെച്ച് അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യും. എസ്പെഷ്യലി ഇപ്പം മാരേജ് കഴിഞ്ഞാൽ
സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് കുറേ കാര്യങ്ങൾ അവരുടേതായത് ചെയ്യാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ മാരേജ് കഴിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ആ പഠനവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷേ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ പാരൻസ്, നമ്മുടെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ നമ്മുടെ ലവറാണെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ മാറ്റി വെച്ച് അവർക്ക് അവൈലബിളായി തീരും. പക്ഷെ ഒരിക്കലും അങ്ങനെ ആവാതിരിക്കുക. നമ്മൾ നമ്മുടേതായ സ്പേസ് എടുക്കുക. നമുക്ക് സ്പേസ് വേണ്ട സമയത്ത് നമ്മൾ സ്പേസ് എടുക്കുക. നമ്മൾ അവരെയും റെസ്പെക്റ്റ് ചെയ്യുക, അവർ നമ്മളെയും റെസ്പെക്റ്റ് ചെയ്യുക. ആ ഒരു ഇതിലോട്ട് വരണം എന്നാണ് റിച്ച് പറയുന്നത്. ദി റെസ്പെക്റ്റ് അവർ സെൻസ് ഓഫ് പേർപ്പസ് ആൻഡ് അവർ ഇൻറ്റഗ്രിറ്റി ആസ് പേഴ്സൺ. നമ്മളൊരു പേഴ്സണാണ്, വ്യക്തിയാണ്. അപ്പോൾ നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യങ്ങൾ അവർക്കും കൂടി തിരിച്ചറിവുണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നു. വിമൺ എവ്രിവെയർ ആർ ഫൈൻഡിങ് ദ കറേജ് ടു ഡു ദിസ് മോർ ആൻഡ് മോർ, ആൻഡ് വി are finding that courage both in our study of women in the past who possessed it and in each other as we look to other women for comradeship and community and challenge. The difference between a life lived actively and a life of passive drifting and dispersal of energies ഈസ് ആൻ ഇമ്മൻസ് ഡിഫറൻസ്. ഇവിടെ പറയുന്നത് നമ്മൾ ഒരു ആക്റ്റീവ് ലൈഫ് നയിക്കുന്നതും അതുപോലെ തന്നെ ഒരു പാസീവ് ലൈഫ് നയിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അതൊരു ബിഗ് ഡിഫറൻസ് തന്നെയാണ്. കാരണം ഒരു ആക്റ്റീവ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇഷ്ടമുള്ള പോലെ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ജീവിക്കുന്നു. നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ്, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യുന്നു. നമ്മൾക്ക് കുറേ ഡ്രീംസ് ഉണ്ടെങ്കിൽ അതെല്ലാം അച്ചീവ് ചെയ്യുന്നു. അതുതന്നെയാണ് നമ്മളൊരു ആക്റ്റീവ് ലൈഫ് എന്ന് പറയുക. പാസീവ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ ആക്റ്റീവ് ലൈഫും പാസീവ് ലൈഫും തമ്മിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ശരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എപ്പോഴായിരിക്കും, നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ജീവിക്കുമ്പോഴായിരിക്കും. വൺസ് വി ബിഗിൻ ടു ഫീൽ കമ്മിറ്റഡ് ഇൻ അവർ ലൈഫ്സ്, responsible to ourselves, we can never again be satisfied with the old passive way. നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളൊരു ആക്റ്റീവ് ലൈഫിൽ ഒരു ദിവസമെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പാസീവ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. നമ്മൾ നമ്മുടേതായ സ്പേസ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല എന്നാണ് പറയുന്നത്, ആ ഓൾഡ് പാസീവ് വേയിലോട്ട് നമ്മൾ തിരിച്ചു പോവില്ല എന്നാണ് റിച്ച് പറയുന്നത്. Next, now comes the second part of the contract. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് വരികയാണ്. The second part of the contract, I believe that in a women's college you have the right to expect our faculty to take you seriously. ഇനി ടീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വിമൻസ് കോളേജാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങൾ സീരിയസ് ആയി എടുക്കണം, അതായത് നിങ്ങളതിനെ നന്നായി പഠിപ്പിക്കണം, നിങ്ങളോട് നല്ലൊരു ആത്മബന്ധം പുലർത്തണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. The education of women has been a matter of debate for centuries, and old negative attitudes about women's role, women's ability to think and take leadership are still rife both in and outside the university. പറയുന്നത് നമ്മുടെ ഓൾഡ് റൂൾസിന് ഇപ്പോൾ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലും തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും വിമൻസിൻ്റെ റോളിനെ കുറിച്ചിട്ട് അതുപോലെ വിമൻസ് സ്റ്റഡീസിനെ കുറിച്ചിട്ടും എല്ലാം ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഉള്ളത്. റിച്ച് പറയുന്നത് ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. മെനി മെയിൽ പ്രൊഫസേഴ്സ്, ആൻഡ് ഐ ഡോണ്ട് മീൻ ഓൺലി അറ്റ് ഡൗഗ്ലസ്, still feel that teaching in a women's college is a second-rate career. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഡൗഗ്ലസിൽ മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റീസിലുള്ള വിമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, മെയിൽ സ്റ്റാഫ് വിചാരിക്കുന്നത് ഈ വിമൻസ് കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു സെക്കൻഡ് റേറ്റ് കരിയർ ആയിട്ടാണ്. അപ്പോൾ അവർക്ക് അത്ര താല്പര്യമില്ല പഠിപ്പിക്കാനായിട്ട്. ഇനി അവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, many tend to eroticize their women students to treat them as sexual objects instead of demanding the best of their minds. അപ്പോൾ ഇവിടെ പറയുന്നത് ഇനി അങ്ങനെ പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർ ഈ കുട്ടികളെ വിമൻ സ്റ്റുഡൻസിനെ കാണുന്നത് എന്തിൻ്റെ ബേസിലാണ്, എറോസൽ ഓഫ് സെക്ഷൽ ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. അതായത് ഒരു സെക്ഷൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ് ഈ മെയിൽ ടീച്ചേഴ്സ് ഫീമെയിൽ സ്റ്റുഡൻസിനെ കാണുന്നത്. At Yale, a legal suit
has been brought against the university by a group of women students demanding a stated policy against sexual advances toward female students by male professors. ഇപ്പോൾ യെയിൽ എന്ന് പറഞ്ഞതൊരു യൂണിവേഴ്സിറ്റിയാണ് മുന്നേ ഉണ്ടായിരുന്ന യു എസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് മെയിൽ പ്രൊഫസേഴ്സിനെതിരെ. Many teachers, both men and women trained in the male-centered tradition, are still handling the ideas and tests of the tradition on the students without teaching them to criticize its anti-women attitude, its omission of women as a part of species. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുന്നത് ആരാണ്? മെയിൽ ടീച്ചേഴ്സാണ്. അവരെങ്ങനെയായിരിക്കും പഠിപ്പിക്കുക? മെയിൽ സെൻറ്റേർഡ് ട്രഡീഷനിലായിരിക്കും പഠിപ്പിക്കുക. ഇനി അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വന്ന വിമൻ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഈ വിമൻ പ്രൊഫസേഴ്സിനും ഒക്കെ അപ്പോൾ ആരുടെ ആറ്റിറ്റ്യൂഡാണ്? മെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് വരിക. അപ്പോൾ ചിലരെല്ലാവരും ഈ ഒരു മെയിൽ സെൻറ്റേർഡ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. മെയിൽ സെൻറ്റേർഡ് ട്രഡീഷൻ ഓക്കെ ആണ് എന്ന് ചില സ്ത്രീകളും പറയുന്നതായിട്ട് കേൾക്കാം. ദെൻ ഇറ്റ്സ് ഒമിഷൻ ഓഫ് വിമൻ ആസ് എ പാർട്ട് ഓഫ് സ്പീഷീസ് എന്നാണ് ഇവിടെ അവർ പറയുന്നത്. Too often, all of us fail to teach the most important thing, which is that clear thinking, active discussion, and excellent writing are all necessary for intellectual freedom, and that those require hard work. Sometimes, perhaps in a discouragement with a culture which is both anti-intellectual and anti-woman, we may resign ourselves to low expectations for our students before we have given them half a chance to become more thoughtful, expressive human beings. So, in an important one, necessity for intellectual freedom. So, 4 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ക്ലിയർ തിങ്കിങ്, ദെൻ ആക്റ്റീവ് ഡിസ്കഷൻ, ദെൻ എക്സലൻറ്റ് റൈറ്റിംഗ്. ഇതാണ് നമ്മളുടെ ഇൻ്റലക്ച്വൽ ഫ്രീഡത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ സൊസൈറ്റി അതിനെ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അതിനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആൻറ്റി ഇൻ്റലക്ച്വൽ ആൻഡ് ആൻറ്റി ഹ്യൂമൻ ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്. We need to take to heart the words of Elizabeth Barrett Browning, a poet, a thinking woman, and a feminist, who wrote in 1845 of her impatience with studies which cultivate a passive recipiency in the mind, and asserted that women want to be made to think actively. Their comprehension is quicker than that of men, but their defect lies for the most part in the logical faculty and in the higher mental activities. Note that she implies a defect which can be remedied by intellectual training, not an inborn lack ability. സോ ഇവിടെ പറയുന്നത് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിനെ കുറിച്ച് പറയുന്നു. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് എന്ന് പറഞ്ഞ ഫേമസ് പോയറ്റാണ്, ദെൻ ഫെമിനിസ്റ്റും കൂടിയാണ്. ഷീ ഈസ് എ ബ്രിട്ടീഷ് poetess of the 19th century, very popular for her poems and feminist concerns. She was the wife of the great Victorian poet Robert Browning. വിക്ടോറിയനിലെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഫ്രീഡം വളരെ കുറവായിരുന്നു. സോ ആ സമയത്തുള്ള ഒരു പോയറ്റിൻ്റെ വൈഫാണ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. ഷീ ഈസ് ഓൾസോ എ പോയറ്റസ്. സോ 1845 പാസീവ് റെസിപ്പിയൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പാസീവ് റെസിപ്പിയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പീരീഡിൽ എപ്പോഴും സ്ത്രീകളെക്കാട്ടിയും ഡോമിനേഷൻ വരുന്നത് മെയിൽസിനായിരുന്നു. ആ ഒരു കാര്യത്തിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് വിമൻ വാണ്ട് ടു ബി മെയ്ഡ് ടു തിങ്ക് ആക്റ്റീവ്ലി. സ്ത്രീകൾ എപ്പോഴും ആക്റ്റീവായിട്ട് ചിന്തിക്കണം. ദിയർ അപ്രിഹെൻഷൻ ഇസ് ക്വിക്കർ ദാറ്റ് ഓഫ് മെൻ. മെന്നിനെക്കാട്ടും കൂടുതൽ അപ്രിഹെൻഷൻ പവർ ഉള്ളത് ആർക്കാണ്? സ്ത്രീകൾക്കാണ്. ബട്ട് ദയർ ഡിഫക്റ്റ് എവിടെയാണ് കിടക്കുന്നത്? മോസ്റ്റ് ഫാക്ട് ഓഫ് ലോജിക്കൽ ഫാക്കൽറ്റി ആൻഡ് ഇൻ ദ ഹയർ മെൻ്റൽ ആക്ടിവിറ്റീസ്. അവിടെയാണ് ഇവരുടെ ഡിഫക്റ്റ് കിടക്കുന്നത്. എവിടെ? ലോജിക്കൽ ഫാക്കൽറ്റിയിലും ഹയർ മെൻ്റൽ ആക്ടിവിറ്റീസിലും. ദെൻ ഇനി നെക്സ്റ്റ് പറയുന്നത് education must enable them to show their ability in facing problems in real life.
അതായത് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ എന്തിനാണ് വേണ്ടത്, ഈ എഡ്യൂക്കേഷൻ കൊണ്ട് അവർക്ക് എന്താണ് നേട്ടം എന്നാണ് പറയുന്നത്. ഈ എഡ്യൂക്കേഷൻ അവരെ എന്തിന് പ്രാപ്തരാക്കണം, അവർക്ക് എബിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഫേസിങ് പ്രോബ്ലംസ്, റിയൽ ലൈഫ് പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള എബിലിറ്റീസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. I have said that the contract on the student's part involves that you demand to be taken seriously so that you can also go on taking yourself seriously. ഇപ്പോൾ പറയുന്നത് ഈ കോൺട്രാക്ട്, ടീച്ചർ സ്റ്റുഡൻറ്റ് കോൺട്രാക്റ്റിൽ ഫസ്റ്റ് വേണ്ടത് എന്താണ്? ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ സീരിയസ് ആയിട്ട് കാണണം. അതായത് എസ്പെഷ്യലി മെയിൽ ടീച്ചേഴ്സ് അവരെന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സീരിയസ് ആയി ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ സ്റ്റുഡൻസിനും ഒരു സീരിയസ്നെസ് വരുള്ളൂ. സ്റ്റുഡൻസിന് അവരെ ഒരു സീരിയസ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുള്ളൂ. This means seeking out criticism, recognizing that the most affirming thing anyone can do for you is demand that you push yourself further, show you the range of what you can do. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിട്ടിസൈസ് ചെയ്യേണ്ടടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പോൾ വിമൻ സ്റ്റുഡൻസിനെ ഏത് വീക്ക്നെസ് കണ്ടെത്തി അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർ ഇവാലുവേറ്റ് ചെയ്യുക, അവരെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുക. അതുപോലെ തന്നെ അവരെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. അവരുടെ റേഞ്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരണം. ഇറ്റ് മീൻസ് റിജക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ടേക്ക് ഇറ്റ് ഈസി, വൈ ബി സോ സീരിയസ്, വൈ വറി, യു വിൽ പ്രോബബ്ലി ഗെറ്റ് മാരീഡ് എനിവേ. സോ ഇവിടെ പറയുന്നത് ഇവരോട് വിമൻ സ്റ്റുഡൻസിനോട് പറയും, ഇതൊന്നും അത്ര വിഷയമുള്ള കേസല്ല, എന്തിനാണ് സീരിയസ് ആയി എടുക്കുന്നത്, ഏതായാലും കല്യാണം കഴിച്ചിട്ട് പോകണ്ടല്ലേ. ഇങ്ങനെയുള്ള ഈ ഒരു റിജക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് മാറ്റണം. It means assuming your share of responsibility for what happens in the classroom because that affects the quality of your daily life here. ഈ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യണം? നല്ല ക്വാളിറ്റിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അവരുടെ ജീവിതം, ഡെയിലി ലൈഫിന് തന്നെ അത് ബാധിക്കും. ഇപ്പോൾ ഈ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ, അതായത് ഈ ഫീമെയിൽ സ്റ്റുഡൻസിനെ മെയിൽ ടീച്ചേഴ്സ് ഒരു സെക്ഷൽ കമ്മ്യൂണിറ്റീസായി കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലൈഫിൽ തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് തീരും. It means that the student sees herself engaged with her teachers in active, ongoing struggles for real education. But for her to do this, her teachers must be committed to the belief that women's mind and experience are intrinsically valuable and indispensable to any civilization worthy the name, that there is no more accelerating and intellectually fertile place in the academic world today than a women's college. അപ്പോൾ ഇവിടെ പറയുന്നത്, if both in students teachers in large enough numbers are trying to fulfill this contract, പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും എന്ത് ചെയ്യണം? കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാനാണ് നോക്കേണ്ടത്. ആദ്യം തന്നെ കോളേജിൽ നിന്ന് തന്നെയായിട്ട് തുടങ്ങണം. അവിടെ എന്ത് ചെയ്യണം? അവർക്കൊരു സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കണം. ടീച്ചേഴ്സാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ, റിയൽ എഡ്യൂക്കേഷൻ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. സ്ട്രഗിൾസ് ഫേസ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കണം. പിന്നെ സ്ത്രീകളുടെ മൈൻഡ്, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, അതിനെല്ലാം വാല്യൂ ചെയ്തുകൊണ്ട് വേണം പഠിപ്പിക്കാനായിട്ട് എന്നാണ് പറയുന്നത്. Then the contract is really a pledge of mutual seriousness about women, about language, ideas, method and values. പിന്നെ നമ്മൾ ഈ കോൺട്രാക്റ്റ്, സ്റ്റുഡൻസ് ടീച്ചേഴ്സിനുള്ള കോൺട്രാക്റ്റ് എന്ത് വേണം? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം? അതൊരു പ്ലഡ്ജാണ്. എന്തിനാണ്? മ്യൂച്വൽ സീരിയസ്നെസ് അബൌട്ട് വിമൻ്റെ കാര്യങ്ങളിൽ സീരിയസ്നെസ് മ്യൂച്വലായിട്ട് വേണം. സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് വേണം, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വേണം. ആൻഡ് അബൌട്ട് ലാംഗ്വേജ്, ഐഡിയാസ്, മെത്തേഡ് ആൻഡ് വാല്യൂസ്, എല്ലാത്തിൻ്റെ കാര്യത്തിലും സിൻസിയറായിട്ട് വേണം ഈ കോളേജ് എഡ്യൂക്കേഷൻ പോകാനായിട്ട്. ഇറ്റ് ഈസ് അവർ ഷെയർഡ് കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് എ വേൾഡ് in which the inborn potentialities of so many women's minds will no longer be wasted, raveled away, paralyzed or denied. ഇവിടെ പറയുന്നത് ഒരു നമ്മൾ ഒരിക്കലും തന്നെ ഒരു വിമനിൻ്റെയും എന്ത് ചെയ്യാൻ പാടില്ല? ഫീലിങ്സ്, അതുപോലെ തന്നെ അവരുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ പാരലൈസ്ഡ് ആക്കിയിടാനോ അല്ലെങ്കിൽ ഡിനൈ ചെയ്യാനോ ഒന്നും പാടില്ല. അവരുടെ ഇൻബോൺ പൊട്ടൻഷ്യാലിറ്റീസ്, അവരുടെ മൈൻഡിലുള്ള പൊട്ടൻഷ്യാലിറ്റീസും അവരുടെ കഴിവുകളും എബിലിറ്റീസും എല്ലാം പുറത്തു കൊണ്ടുവരാനായിരിക്കണം ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സും നോക്കേണ്ടത്.
അതുപോലെ തന്നെ ടീച്ചേഴ്സ് മാത്രം നോക്കിയാൽ പോരാ, ആരും കൂടി സഹകരിക്കണം, സ്റ്റുഡൻസും സഹകരിക്കണം. അങ്ങനെ ഒരു മ്യൂച്വൽ കോൺട്രാക്റ്റ് അവർ കൊണ്ടുപോകണമെന്നാണ് ഈ ചാപ്റ്ററിൽ ആൻഡ്രൂ റിച്ച് പറയുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നത് ആൻഡ്രൂ റിച്ച് പ്രോസ് സ്റ്റൈൽ ഇൻ ക്ലെയിമിംഗ് എഡ്യൂക്കേഷൻ ആണ്. In Andrew Rich essay Claiming an Education, the author speaks of the female experience against the backdrop of the male-dominated mainstream academia. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റീനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ മെയിൽ ഡൊമിനേഷൻ വന്നുള്ള പ്രശ്നങ്ങളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ദിസ് essay was written in 1979. Her point seems timeless. The work considered confrontational, argumentative and oratorical. This prose work has an oratorical style. Oratorical എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീച്ച് പറയുന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് കോൺവെക്കേഷൻ ആണെന്ന്. വിത്ത് ഡിഡാക്റ്റിക് ഇൻ ടോൺ. The entire work has long sentences and very few simple sentences. ശരിയാണ്, സെൻറ്റൻസുകളൊക്കെ എന്താണ്, സിമ്പിൾ ആവാൻ ചിലത് മാത്രമേ സിമ്പിൾ ഉള്ളൂ, ചിലതെല്ലാം ലോങ് സെൻറ്റൻസസ് ആണ്. Her language has a strong feminist touch. എപ്പോഴും ഫെമിനിസ്റ്റ് ടച്ച് ഉണ്ട്. ശരി, അത് എപ്പോഴും സ്ത്രീകളെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഡിനൗൺസിങ് പാട്രിയാർക്കി ഇൻ സ്ട്രോങ് ടേംസ്. അതുപോലെ തന്നെ മെയിൽ ഡോമിനേഷൻ എന്താണ്, താഴ്ത്തി കെട്ടുന്ന തരത്തിലും സംസാരിക്കുന്നുണ്ട്. ഷീ ഈവൻ കോയിൻഡ് സം ന്യൂ ടെർമിനോളജീസ് ലൈക്ക് പാസീവ് റെസിപ്പിയൻസി ആൻഡ് ഗ്രൂപ്പ് തെറാപ്പി. അങ്ങനെയുള്ള ന്യൂ വേർഡ്സ് എല്ലാം കോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രോസ്. ഇനി നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ടു വൺ സെൽഫ് എന്നുള്ളതുകൊണ്ട് എന്താണ് ആൻഡ്രൂ റിച്ച് ഉദ്ദേശിക്കുന്നത് എന്നാണ്. Responsibility to oneself by saying that one should refuse to let others to do your thinking, talking and naming for you. It means learning to respect yourself and using your own brains and your instinct, hence grappling with hard work. ഈ നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റി സെൽഫ് എന്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ, ഹാർഡ് വർക്കിലൂടെ മാത്രമേ കിട്ടുള്ളൂ. വളരെയധികം പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഓർമ്മ വരികയും ചെയ്യുള്ളൂ. ദെൻ have to be different, which means women should be able to demand from others. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, നമ്മളെപ്പോഴും ഡിഫറെൻ്റ് ആവുക, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുക, നമുക്ക് വേണ്ട ടൈം നമ്മൾ കണ്ടെത്തുക, നമ്മുടെ സ്പേസ് നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കാതിരിക്കുക, എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക. ഡോണ്ട് സിറ്റ് ഇൻ പാസീവ് സൈലൻസ് ഈവൻ വെൻ യു ഡിസഗ്രി ഇൻവേർഡ്ലി വിത്ത് എവറിത്തിങ് ദാറ്റ് ഈസ് ബീങ് സെഡ് അറൗണ്ട് യു. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട് നമുക്ക് ഡിസഗ്രി ആണ് തോന്നുന്നതെങ്കിൽ, അതായത് നമുക്ക് ആ ഒരു കാര്യത്തിനോട് വിയോജിപ്പാണെങ്കിൽ നമ്മളത് തുറന്നു പറയുക, അല്ലാതെ പാസീവായി സൈലൻ്റായി ഇരിക്കരുത് എന്നാണ് പറയുന്നത്. സോ റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ബഹുമാനിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ പറയാനുള്ളത്. വിമൻസ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ വിമൻസിൻ്റെ എബിലിറ്റീസ് കൂട്ടാൻ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഒരിക്കലും അവരെ തരം താഴ്ത്തി കാണരുത് എന്നാണ് പറയുന്നത്, എസ്പെഷ്യലി മെയിൽ ടീച്ചേഴ്സ്. നമ്മൾ പിന്നെ മാനേജിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ എയിമാണ് എന്നാണ് പറയുന്നത്. താങ്ക് യു.